നാമത്തിനു മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ലിസ എലിസബത്ത് മാത്യു. CSI ക്രൈസ്റ്റ് ചർച്ച് ഇളംകുളം സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 94-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 57 6 മുതൽ 11 വരെ. 57-ാം സങ്കീർത്തനത്തിന്റെ ശീർഷകത്തിൽ നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണ്ണഗീതം എന്ന് കാണുന്നു. 58, 59, 75 എന്നീ സങ്കീർത്തനത്തിലും ഈ ശീർഷകം തന്നെ കാണാം. നശിപ്പിക്കരുതേ എന്ന വാക്കിൽ ആരംഭിക്കുന്ന ഒരു പാട്ട് ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. ആ പാട്ടിന്റെ രാഗത്തിലാണ് ഈ സങ്കീർത്തനം രചിച്ചത്. ദാവീദ് ഈ സങ്കീർത്തനം രചിക്കുവാനുണ്ടായ ചരിത്ര പശ്ചാത്തലം 1 ശമൂവേൽ 24-ാം അധ്യായമാണ്. അദുല്ലാം ഗുഹയിൽ വെച്ച് തന്റെ കയ്യിൽ അകപ്പെട്ട ശൗലിനെ കൊല്ലുവാൻ ദാവീദിന്റെ ഭൃത്യന്മാർ അവനോട് ആവശ്യപ്പെട്ടപ്പോൾ അവനെ നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞതിനുള്ള ബന്ധത്തിലാണ് ഈ സങ്കീർത്തനം രചിച്ചത്. ഒരു തവളയെ വിരുങ്ങാൻ ഭാവിക്കുന്ന പാമ്പിനെ പോലെ, ഒരു ആട്ടിൻകുട്ടിയെ കടിച്ചു കീറാൻ വെമ്പൽ കൊള്ളുന്ന സിംഹത്തെ പോലെ ശൗൽ ദാവീദിനെ വകവരുത്താൻ കുതന്ത്രങ്ങളുടെ കുരി കുരിച്ചെങ്കിലും ശൗൽ തന്നെ ആ കുരിയിൽ വീണു. ദൈവിക അഭിഷേകമുള്ളവനെ തകർക്കാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആ ഉറപ്പുള്ള ദാവീദ് പറയുന്നു, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, അതിനാൽ ഞാൻ ദൈവത്തിന് പാട്ടുപാടും. ഇത്ര പ്രശ്നങ്ങളുടെ മധ്യത്തിലും ദാവീദിന് പാടാൻ കഴിയുന്നത് എന്തെല്ലാം ആപത്തുകൾ വന്നാലും അഭയം തേടാൻ ഒരു ചിറകുണ്ട്. തള്ളക്കൊരി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ ദൈവത്തിന്റെ ചിറകിൽ സംരക്ഷണമുണ്ട്. ആകയാൽ അപകടങ്ങളുടെയും ആപത്തിന്റെയും മധ്യേ മനസ്സ് പതറുന്നവരായിട്ടല്ല, ദാവീദിനെ പോലെ ക്രിസ്തുവാകുന്ന ചിറകിൽ അഭയം തേടാം. ദാവീദ് പുത്രനായ യേശു ക്രിസ്തു മരണത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തതുപോലെ നമ്മുടെ തകർച്ചയിൽ നിന്നും ദൈവം നമ്മെ ഉയർപ്പിക്കും. അതിനായി കാത്തിരിക്കാം. ഗോഡ് ബ്ലെസ് യു.